നമ്മുടെ രാജ്യത്തും നമ്മുടെ സംസ്ഥാനത്തും മൃഗസ്നേഹികൾ ധാരാളമുണ്ട്. മൃഗസ്നേഹികൾ എന്ന് പറഞ്ഞാൽ അവർക്ക് മൃഗങ്ങളോടങ്ങ് വല്ലാത്ത സ്നേഹമാണ്. മനുഷ്യന് ഒരു വിലയില്ല, പക്ഷെ മൃഗങ്ങൾക്ക് വലിയ വിലയാണ്. ഒരു നേതാവാണെങ്കിൽ ഈ നായ്ക്കളോടാണ് സ്നേഹം കേട്ടോ. മൊത്തം നായ്ക്കളെ അങ്ങനെ ചെയ്യാൻ പാടില്ല, നായ്ക്കളെ ഇങ്ങനെ ചെയ്യാൻ പാടില്ല, നായ്ക്കളെ ഒന്നും ചെയ്യാൻ പാടില്ല, തെരുവ് നായ്ക്കളെ ഒന്നും ചെയ്യാൻ പാടില്ല. അതാണ് ആ രീതി. അതിനെ ചൂട്ടുപിടിക്കാനായിട്ട് കുറെ ആളുകൾ നമ്മുടെ സംസ്ഥാനത്തും ഉണ്ട്. ഈ നായ്ക്കളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ഒരു വർഷം റാബിസ് വാക്സിന് വേണ്ടി എത്ര രൂപയാണ് നമുക്ക് മുടക്കുന്നതെന്നറിയാമോ? പക്ഷേ വേറെ കാര്യമുണ്ട്. ആ റാബിസിന്റെ വാക്സിൻ ഉണ്ടാക്കുന്ന കമ്പനിക്കാരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടല്ലോ, കിക്ക് ബാക്ക്, അത് വെച്ച് നോക്കുമ്പോൾ ഇവിടെ കുറെ എണ്ണം ചത്താൽ എന്താ പേ വിഷബാധയില് ഒരു പ്രശ്നമില്ല. മനുഷ്യനല്ലേ ചാവുന്നത്, നായ്ക്കളല്ല. നായ്ക്കൾ ചാവാൻ പാടില്ല, നായ്ക്കളെ കൊല്ലാനും ഒന്നും പാടില്ല, ഒന്നും ചെയ്യാൻ പാടില്ല. ഓക്കെ, നായ്ക്കളെ കൊല്ലണമെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷേ ഈ നായ്ക്കളും വരേണ്യവർഗത്തിൽ പെടുന്നവരാണ് എന്നുള്ളതാണ് കാഴ്ചപ്പാട്. എന്നാൽ നായ്ക്കളെ ഈ തിന്നുന്ന ഒരുപാട് രാജ്യങ്ങളുണ്ട് കേട്ടോ. ഇപ്പോൾ വിയറ്റ്നാമിലാണെങ്കിൽ അവർ കഴിക്കും. അവർ കഴിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വളരെ വലിയ ഒക്കേഷനിൽ മാത്രം, അത്രത്തോളം വലിയ ഒരു വിശിഷ്ടാതിഥി വന്നു കഴിഞ്ഞാൽ മാത്രമേ ഈ നായയുടെ ഇറച്ചി കൊടുക്കുള്ളൂ. കാരണം അവരത് കഴിക്കും. നായയുടെ തല അവിടെ വെട്ടിവെച്ചേക്ക് നമുക്ക് കാണാം മാർക്കറ്റിൽ. കാരണം അതിന്റെ ഇറച്ചി അവിടെ ഉണ്ടെന്നുള്ളതാണ് അതിന്റെ തെളിവ്. ഇത് പിന്നെ ഫിലിപ്പൈൻസുകാർ ഒരുപാട് കഴിക്കുന്നത്. അവര് ഫിലിപ്പിനോകൾ താമസിക്കുന്ന സ്ഥലമുണ്ടല്ലോ, അതിന്റെ പരിസരത്തെങ്ങും ഒരു നായി ചെല്ലത്തില്ല. കാരണം നായ്ക്ക് മനുഷ്യനെ കണ്ട് വിവരം ഉണ്ടെന്നുള്ളത് കൊണ്ടാണ്. അതിനറിയാം, അത് പോകത്തില്ല, ആ പരിസരത്ത് പോകത്തില്ല. അത് ഇവരെവിടെ താമസിച്ചാലും അതിൻ്റെ അടുത്തെങ്കിൽ പോകത്തില്ല. അതുപോലെ നാഗാലാൻഡുകാർ കേട്ടോ, നമ്മുടെ മിസോറം, നാഗാലാൻഡ്, പിന്നെ ആസാമിന്റെ ഭാഗങ്ങൾ, അവിടേക്ക് ഇത് കഴിക്കുന്ന ധാരാളമുണ്ട്. മേഘാലയ ഇവിടെയൊക്കെ കഴിക്കുന്നവരുണ്ട്. അതിൽ നാഗാലാൻഡാണ് ഏറ്റവും കൂടുതൽ ഇത് കഴിക്കുന്നവർ. അപ്പോൾ ഈ ഒരു കമ്പനി പോലും വന്നായിരുന്നു. അതായത് ഈ നായ്ക്കളെ, ഏതായാലും ഇവിടെ തെരുനായ്ക്കളെ അവർ പിടിച്ചിട്ട് അവരതിനെ സംസ്കരിച്ച് അത് ആവശ്യമുള്ളത് അവർ കഴിച്ചിട്ട് ബാക്കി കയറ്റുമതിക്ക് കൊടുത്തു. നല്ല ഒരു വരുമാനവും ഗവൺമെന്റ് പറഞ്ഞു. പക്ഷേ അതിനെതിരെ വലിയ പ്രക്ഷോഭം ഉണ്ടായി. കാരണം നായ്ക്കളെ കൊന്ന് ഇറച്ചിയെടുക്കാൻ പാടില്ല. ആടിന് ഈ വിവേചനമൊന്നുമില്ല കേട്ടോ. ആടിനെ കൊല്ലാം. ആടിന് ആണും പെണ്ണും ഒന്നും വ്യത്യാസമില്ല. മുട്ടനാടിനെയും പെണ്ണാടിനെയും എല്ലാം കൊല്ലാം. അതിനെ കൊന്ന് ഇറച്ചിയെടുക്കാം. കാരണം അതിന് കുഴപ്പമില്ല, അത് മട്ടൺ, അത് കഴിക്കാം. പക്ഷെ പട്ടിയെ കൊന്ന് അതിന്റെ ഇറച്ചിയെടുക്കാൻ പാടില്ല. എന്താണ് ഇതിന്റെ നിയമം എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താണ് ഇതിനെ സാധൂകരിക്കുന്ന കാര്യം എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് തിന്നുന്നവരുണ്ടെങ്കിൽ, പട്ടി തിന്നുന്നവരുണ്ടെങ്കിൽ അവൻ തിന്നോട്ടെ. അപ്പൊ ഇത് നമ്മളൊന്ന് തിരിച്ചറിയേണ്ടതാണ്. ഇതിന്റെ പുറകിലുള്ള റാക്കറ്റ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. അത് എല്ലാം, അതായത് ഈ മൃഗസ്നേഹം ഈ രീതിയിൽ പട്ടി സ്നേഹം വരുന്നത് മുഴുവൻ റാബിസ് വാക്സിന് കൂടുള്ള ആ വരുമാനത്തിൽ നിന്നാണ്. അതാണ് പ്രശ്നം. റാബിസ് വാക്സിൻ ഇത് പട്ടിയില്ല, ഇവിടെ നായ്ക്കളില്ലെന്നിരിക്കട്ടെ, തെരുവ് നായ്ക്കളില്ല, വീടുകളിൽ വളർത്തുന്ന പട്ടികളാണെങ്കിൽ അതിനെ സമയാസമയങ്ങളിൽ കൊണ്ടുവന്ന് അതിനെ വാക്സിനും ഒക്കെ എടുപ്പിച്ച് എല്ലാം റെഡിയാക്കാം. തെരുവ് നായ്ക്കളെ നോക്കാനൊക്കെ ഇവിടെ പറയുന്നതല്ലാതെ ഒരു മനുഷ്യനുമില്ല. അവസാനം കുറെ പേര് എല്ലാം കൂടി ഇതിനെ പിടിച്ചുകൊണ്ട് എവിടെങ്കിലും ഒന്ന് ചിടുന്നതിനെ കുറിച്ച് ഒരു ധാരണയുണ്ടാക്കി. ഒന്ന് ചിടാൻ സ്ഥലം വേണ്ടേ? കാരണം ഇതെല്ലാം കൂടെ കിടന്ന് രാത്രി കോരച്ച് ബോളുണ്ടാക്കി സമീപ പ്രദേശങ്ങളിൽ ആർക്കും കിടന്ന് ഉറങ്ങാൻ ഒക്കത്തില്ല. അവിടെ ജനങ്ങൾ തടയും. അത് ഇവർക്കറിയാം ഇത് നടക്കുന്ന കാര്യമല്ലെന്ന്. ഇതാണ് നമ്മുടെ പട്ടി സ്നേഹം. ഇനി ഇതങ്ങോട്ട് പോട്ടെ. ഇനിയിപ്പോൾ ഇത് കൂടെ മൃഗസ്നേഹികൾ വേറെയുണ്ട്. അതായത് മൃഗങ്ങളുടെ അത് അനിമൽ വെൽഫെയർ ഫോറം, അതും ഒക്കെ ഒരുപാട് പേരിൽ ഇറങ്ങിയിട്ടുള്ള സംഘടനകളുണ്ട്. ഞാൻ ആ സംഘടനകളുടെ എനിക്ക് 2 ദിവസത്തിൽ നിന്ന് ഇതിന്റെ ഡേറ്റ അയച്ചു തന്നിട്ടുണ്ട്. എത്ര കോടികളാണ് ഒരു വർഷം വിദേശ ഫണ്ടിൽ നിന്ന് ഇവർക്ക് വരുന്നതെന്ന്. മൃഗസ്നേഹികളുടെ അസോസിയേഷനാണ് അതിന്റെ. അവർക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ കോടികൾ, ശതകോടികളാണ് ഇതുപോലെ ഉള്ള ആളുകൾക്ക് വന്നിരിക്കുന്നത് പല രാജ്യങ്ങളിൽ നിന്ന്. അതിന്റെ ഡീറ്റെയിൽസ്, ഡേറ്റ മൊത്തം എൻ്റെ കയ്യിലുണ്ട്. പിന്നെ ഞാനത് പരസ്യപ്പെടുന്നൊന്നും പറയുന്നൊന്നുമില്ല ആരൊക്കെ ഏതൊക്കെയാണെന്നൊന്നും. അതിന്റെ പുറകിലുള്ള കുറെ ആളുകളുണ്ട്, അവർക്കങ്ങ് സ്നേഹമാണ്. ആന, ആന മനുഷ്യന് വലിച്ചു കീറി കൊന്നാലും ചവിട്ടി കൊന്നാലും പ്രശ്നമൊന്നുമില്ല. പക്ഷെ ആനയ്ക്ക് വെയിൽ കൊള്ളാൻ പാടില്ല, ആനയ്ക്ക് മഞ്ഞ് കൊള്ളാൻ പാടില്ല, ആന മഴ നനയാൻ പാടില്ല, അതിന് കുട പിടിച്ചു കൊടുക്കണം. പിന്നെ ഇതുപോലുള്ള കാര്യങ്ങളാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. അതായത് നിയമപരമായ രീതിയിൽ, അതായത് നേരത്തെ ഉള്ള ഗവൺമെന്റ് രൂപീകരിച്ചേക്കുന്ന ചട്ടങ്ങൾ, നമ്മുടെ ആ ചട്ടങ്ങൾ അനുസരിച്ച് ഇതിനെ പരിപാലിക്കണം, നോക്കണം, എല്ലാം ചെയ്യണം.
ഒരിക്കലും അതിനോട് ക്രൂരത കാണിക്കാൻ പാടില്ല. ആന എന്ന് പറയുന്നതിനോട് ഒരിക്കലും ക്രൂരത കാണിക്കാൻ പാടില്ല. അതിന് ഉറങ്ങാൻ സമയം കൊടുക്കണം. കാരണം ഈ ആനയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ ഉറക്കം. അത് എല്ലാവരും ഉറങ്ങിയിട്ടേ ആന ഉറങ്ങത്തുള്ളൂ. അത് നിർബന്ധമാണ്. ഒരു ചെറിയ ശബ്ദം ഉണ്ടെങ്കിൽ പോലും ആനയ്ക്ക് ഉറങ്ങാൻ ഒക്കത്തില്ല. അത് ഉറങ്ങണമെങ്കിൽ അതുകൊണ്ട് അതിന് ആ ഒരു അന്തരീക്ഷം കൊടുക്കണം. അത് രാത്രി മതിയല്ലോ. ഇനി ഈ ഇപ്പൊ ഉദാഹരണമായിട്ട് അതിനെ എഴുന്നള്ളിപ്പിക്കുന്നത്, ക്ഷേത്രങ്ങളിലൊക്കെ ഇതിനെ എഴുന്നള്ളിപ്പിക്കുന്ന ഒരു വലിയ ആചാരമല്ലേ? ഈ ആചാരങ്ങളെ മുടക്കാനായിട്ട് മനഃപൂർവ്വം എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്? അതായത് രാവിലെ 9 മണി മുതൽ 5 മണി വരെ ഇതിനെ ഒന്നും ചെയ്യാൻ പാടില്ല, എഴുന്നള്ളിക്കാൻ പാടില്ല, അങ്ങനെ ഇങ്ങനെ എന്ന് വെച്ചാൽ അതിനെ രാത്രി ഉറങ്ങാൻ സമ്മതിക്കാതെ എഴുന്നള്ളിപ്പിക്കാവുന്നു. അപ്പൊ ഇതേപോലുള്ള കുറെ വികലമായ കാര്യങ്ങൾ ഒക്കെ ചട്ടങ്ങളുടെ രൂപത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ആ ചട്ടങ്ങൾ വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നേരത്തെ യഥാർത്ഥത്തിൽ ഗവൺമെന്റ് ഫോർമുലേറ്റ് ചെയ്ത റൂൾസ് അല്ല, നമ്മുടെ അസംബ്ലി തീരുമാനിച്ചിട്ടുള്ള നിയമമല്ല, പാർലമെന്റ് തീരുമാനിച്ചിട്ടുള്ള നിയമങ്ങളല്ല. അതൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ചട്ടങ്ങൾ ഉണ്ടാക്കാൻ ഹൈക്കോടതിക്ക് അധികാരമില്ല. ശരിയാണ്, ജുഡീഷ്യൽ ലെജിസ്ലേഷൻ ആണ്. നമ്മുടെ രാജ്യത്ത് ജുഡീഷ്യൽ ലെജിസ്ലേഷൻ എന്ന് പറയുന്നത് പാടില്ല. അതായത് ജഡ്ജ് മെയ്ഡ് ലോ എന്ന് പറയും. അങ്ങനെ ഒരു സംഭവമില്ല. നിയമങ്ങൾ പാസ്സാക്കേണ്ടത് പാർലമെന്റും അതേപോലെ തന്നെ അസംബ്ലിയുമാണ്, അല്ലാതെ വേറെ ആരുമല്ല നിയമങ്ങൾ പാസ്സാക്കേണ്ടത്. അങ്ങനെ വന്നപ്പോൾ ഹൈക്കോടതിയുടെ ഈ രീതിയിലുള്ള ചട്ടങ്ങൾ, ഇല്ലാത്ത ചട്ടങ്ങൾ ഹൈക്കോടതി അതിൽ ഇൻസർട്ട് ചെയ്തു എന്നുള്ള രീതിയിലുള്ള പ്രസ്താവന തന്നെയാണ് ജസ്റ്റിസ് BV നാഗരത്നയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഇത് ഹൈക്കോടതിക്ക് എന്താ ഇതിന് അധികാരം എന്ന് ചോദിച്ചു. ശരിയാണ്, ഈ രീതിയിലെ ചട്ടങ്ങൾ ഉണ്ടാക്കുക എന്ന് പറയുന്ന അവരുടെ ജോലിയല്ല എന്ന് ജുഡീഷ്യൽ ലെജിസ്ലേഷൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് സുപ്രീം കോടതി, ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അത് പറഞ്ഞത്. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ദേവസ്വങ്ങളൊക്കെ എൻ്റെ അടുത്ത് വന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആ ചട്ടങ്ങൾ പാലിച്ചുകൊണ്ട് നമ്മൾ തൃശ്ശൂർ പൂരം എന്ന് പറയുന്ന ഒരു വലിയ വികാരമാണ് കേരള ജനതയുടെ. കേരളത്തിലെ അല്ല, നമ്മുടെ ഇന്ത്യ മുഴുവൻ, അതുപോലെ തന്നെ വിദേശങ്ങൾ, അവിടുന്നൊക്കെ എത്ര പേരാണ്, ആയിരക്കണക്കിന് ആളുകളാണ് ഇന്ന് പൂരത്തിന് വരുന്നത്. പൂരം തൃശ്ശൂർക്കാരുടെ ഒരു പ്രത്യേക വികാരം തന്നെയാണ്. അവർക്ക് അതില്ലാതെ ഒക്കത്തില്ല. അവർക്ക് ഈ മേളവും ഈ ആനയും വെടിക്കെട്ടും നിർബന്ധമാണ്. ഈ 3 കാര്യങ്ങളാണ്. മേളം വേണം, എത്രത്തോളം ശബ്ദമുള്ള മേളമാണെങ്കിൽ അത്ര ഇഷ്ടം. വെടിക്കെട്ട് അത് നിർബന്ധമാണ്, മസ്റ്റാണ്. ആന എഴുന്നള്ളിപ്പ് ഒഴിച്ചുകൂടാനൊക്കാത്ത ഒരു കാര്യമാണ്. ആനപ്രേമികൾ ഇത്രയുള്ള സ്ഥലം വേറെ ഇല്ല. അതാണ് ഈ ആനയെ കാണാനും ഒക്കെ ആളുകൾ വരുന്നത്. അവർക്ക് കാണണ്ടേ? അവർ ഇത്ര മീറ്റർ ദൂരെ മാറി നിൽക്കണം എന്ന് പറഞ്ഞാൽ തൃശ്ശൂര് അതായത് ആ തേക്കുംകാട് മൈതാനത്ത് നിന്ന് നടത്താൻ പറ്റത്തില്ല. ഈ ചട്ടങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ തേക്കുംകാട് മൈതാനത്ത് നടത്താൻ പറ്റത്തില്ല. 16 ആനകളെ എഴുന്നള്ളിക്കുന്നതാണ്, 16 ആനകളാണ് നിരന്ന് നിൽക്കുന്നത്. എന്തോ ഒരു സൗന്ദര്യമാണ് അത് കാണാൻ, ആ കാഴ്ച, ആ കുടമാറ്റമൊക്കെ. അതെല്ലാം നടക്കാതെ പോകും. കാരണം 2 ആനകൾ തമ്മിൽ എത്ര 3 മീറ്റർ വ്യത്യാസം. 3 മീറ്റർ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 10-15 അടി വരും അകലം. അങ്ങനെയാണെങ്കിൽ അവിടെ അങ്ങനെ നിൽക്കാൻ പറ്റുമോ? റോഡിൽ ഇറങ്ങി നിൽക്കേണ്ടതായിട്ട് വരും അവിടെ. അത് എന്നാലും തികയത്തില്ല. ആ റൗണ്ടിലെങ്ങും ഇത് ചെയ്യാൻ പറ്റത്തില്ല. ആ രീതിയിലേക്ക് പോവും. അപ്പോൾ പൂരം നടത്തിപ്പ് നടക്കുന്ന കാര്യമല്ല. പിന്നെ തെക്കോട്ടിറക്കം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അതൊക്കെ വലിയ ചടങ്ങാണ്, അത് വലിയ ആചാരമാണ്. അതിനെയൊക്കെ ലംഘിക്കുന്ന വിധത്തിലുള്ള ചട്ടങ്ങളായിപ്പോയി ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞത്. അതുകൊണ്ടാണ് സുപ്രീം കോടതി അതിൽ ഇടപെട്ടത്. ഇനി അതെന്ത് വരുമെന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ ഫൈനൽ ഹിയറിംഗിൽ. പക്ഷേ ഈ മൃഗസ്നേഹികളെ തിരിച്ചറിയണം, ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒന്ന് തിരിച്ചറിയണം. ആ ഡേറ്റകളൊക്കെ ഒന്ന് വാങ്ങി പരിശോധിക്കണം. അതായത് ദേവസ്വങ്ങളുടെ കയ്യിൽ, പാറമേക്കാവിൻ്റെ കയ്യിലും തിരുവമ്പാടിയുടെ കയ്യിലും ഈ രേഖകളുണ്ട്. കാരണം ഇവർക്ക് ഈ മൃഗസ്നേഹികൾ എന്ന് പറയുന്ന അസോസിയേഷനൊക്കെ കിട്ടുന്ന വരുമാനം വെളിയിൽ പുറത്തുനിന്ന്, കാരണം വിദേശ രാജ്യങ്ങളിൽ നിന്ന് കിട്ടുന്ന പണം, അതാണ് ഇതിൻ്റെ പുറകിലുള്ളത്. ഇതിനകത്ത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ കാര്യം. അല്ലാതെ ഈ മൃഗങ്ങളിലുള്ള സ്നേഹമൊന്നുമല്ല ഇവർക്ക് ആർക്കും, പണത്തിനോടുള്ള സ്നേഹമാണ്. അതൊന്നും മനസ്സിലാക്കണം. ഏതായാലും സുപ്രീം കോടതിയുടെ ഈ ഇടപെടലിൽ വളരെ ന്യായമായി. കാരണം ഇത് സ്റ്റേ ചെയ്തു എന്നുള്ളത് കൊണ്ട് മാത്രം ഇനി ആ ക്ഷേത്രാചാരങ്ങൾ നടക്കും. അവിടെ അത് ഞാൻ പറഞ്ഞില്ലേ, വളരെ പ്രശസ്തമായ ക്ഷേത്രങ്ങളാണ് ഇത് രണ്ടും. തിരുവമ്പാടിയും അതുപോലെ തന്നെ പാറമേക്ക്, 2 ഭഗവതിമാരാണ്. അവരുടെ അവിടുത്തെ ആചാരങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ഒരു വലിയ ഒരു വികാരമാണ്. അപ്പോൾ ആ ആചാരങ്ങളൊക്കെ നടന്നു പോകണം. അത് നമ്മൾ ജനങ്ങൾ ഉള്ളിടത്തോളം നടക്കണം. മതസൗഹാർദ്ദത്തിൻ്റെ പോലും ഒരു വലിയ കാഴ്ചപ്പാടാണ് ഈ പൂരം എന്ന് പറയുന്നത്. പൂരം കാണുന്നത് ഹിന്ദുക്കൾ മാത്രമൊന്നുമല്ല, മുഴുവൻ ആളുകളും ചെല്ലും അവിടെ ആർക്കും കയറാം. ആ രീതിയിലുള്ള ഒരു കാഴ്ചപ്പാടാണ്. അതായത് ആ മൈതാനത്ത്, തേക്കങ്കാട് മൈതാനത്ത് ഇരുന്ന് ആർക്കും കാണാം. പക്ഷേ ഈ പൂരം ഇല്ലാതെ വന്നാലോ? നമ്മുടെ വലിയ ഒരു ഉത്സവമാണ് ഇല്ലാതായി പോകുന്നത്. ഉത്സവങ്ങളൊക്കെ വേണം മനുഷ്യർക്ക്. ഇന്നത്തെ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ ഒരു
അതായത് ഡിപ്രഷനിൽ നിന്നെങ്കിലും ആളുകളൊന്നും മാറിക്കിട്ടണമെങ്കിൽ, അവരുടെ മനസ്സിന് അല്പമെങ്കിലും ഒരു സമാധാനം, ഒരു ആനന്ദം വേണമെങ്കിൽ ഇതുപോലുള്ള ഉത്സവങ്ങൾ വേണം. നമുക്ക് തിരുവോണം വേണം, നമുക്ക് പെരുന്നാളുകൾ വേണം. അത് ക്രിസ്ത്യാനികളുടെ പെരുന്നാളുകളായാലും മുസ്ലിങ്ങളുടെ പെരുന്നാളുകളായാലും അതൊക്കെ വേണം. നമുക്ക് ഈസ്റ്റർ വേണം, നമുക്ക് ക്രിസ്മസ് വേണം, ഇതെല്ലാം നമുക്ക് വേണം. നമുക്ക് ദീപാവലി വേണം. ഇതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ വികാരമാണ് ഇതെല്ലാം. അത് മാറ്റിമറിക്കുന്ന ഒരു കാര്യം നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല ഓരോരുത്തർക്കും. അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ആ ഡിപ്രഷനിലേക്ക് ആളുകൾ പോകാതെ, കാരണം അത്രത്തോളം ജീവിത സാഹചര്യങ്ങളിലും ബുദ്ധിമുട്ടുന്ന ആളുകളാണ്. തിരക്ക് പിടിച്ച ജീവിതം, അതിനിടയിൽ അല്പം വീണ് കിട്ടുന്ന വേളകളാണ് ഈ ആനന്ദത്തിനിത്. അപ്പം മേളം, അത് കാണുന്ന സ്ത്രീ കുട്ടന്മാരുടെയും അതുപോലെ തന്നെ പെരുവനത്തിൻ്റെയും ഇവരുടെയൊക്കെ ഇതൊക്കെ ഒന്ന് കാണുക എന്ന് പറയുന്നത് വലിയ കാര്യമല്ലേ. അവർ നയിക്കുന്ന ഈ മേളം അതൊരു കാണുക എന്ന് പറയുന്നത് വലിയ കാഴ്ചപ്പാടാണ്. ആനകൾ പോലും അത് ആസ്വദിക്കുന്ന കണ്ടിട്ടില്ലേ, ചെവിയായിട്ട് ഇങ്ങനെ നിന്ന്. ആനയ്ക്ക് വലിയ ഇഷ്ടമായത്. എന്നിട്ടാ പറയുന്നത് ആനയ്ക്ക് അവിടെ പാടില്ല, അതിന്റെ കാല് നനച്ചു കൊടുക്കണം. അത് ശരിയാണ്, ചൂടാവാൻ പാടില്ല, അതെല്ലാം കറക്റ്റാണ്. അവിടെ എപ്പോഴും നനഞ്ഞ പ്രതലമായിരിക്കണം, അതിന് തണുപ്പ് അത് കിട്ടണം, ചൂട് ഒരുപാട് അടിക്കരുത്, അതിന് പറ്റുന്നത് മാത്രം. അല്ലാതെ ആ ഒക്കാത്ത മതപ്പാടുള്ള ആനയെ അതിനെ ഇറക്കാൻ പാടില്ല. ആ രീതിയിലുള്ള ഇങ്ങനെയുള്ള ചട്ടങ്ങളെല്ലാം പാലിക്കണം. അതിനെ ഉപദ്രവിക്കാൻ പാടില്ല, അതിനെ ശല്യപ്പെടുത്താൻ പാടില്ല, തീ അതിൻ്റെ അടുത്ത് കൊണ്ടുപോകരുത്. അതൊക്കെ നല്ലതാണ്, അതെല്ലാം നല്ല കാര്യങ്ങളാണ്. പക്ഷേ ഈ അകലം പാലിക്കണം എന്നൊക്കെ പറയുന്നത് പ്രാവർത്തികമാക്കാൻ ഒക്കാത്ത കാര്യങ്ങൾ, പ്രാക്ടിക്കൽ അല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇത് മുടക്കാൻ പോവുക എന്ന് പറയുന്നത് അതിനുള്ള ദുരുദ്ദേശത്തിലാണ് ആരൊക്കെയോ ഈ സമീപിച്ച് ഇതുപോലെ മൃഗസ്നേഹികൾ എന്ന് പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നത് കോടതികളെ കൊണ്ട്. അത് കോടതികൾ തിരിച്ചറിയണം.